നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും രസകരമായ അനുഭവങ്ങൾ നിറഞ്ഞ ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു മനോഹര അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാം. ഇത് ഏദൻ തോട്ടത്തിന്റെ എലിമിനേഷൻ എപ്പിസോഡാണ്. ഈ എലിമിനേഷൻ എപ്പിസോഡിൽ നമ്മൾ 3 കുടുംബങ്ങളുമായാണ് ഇന്ന് ഈ എലിമിനേഷൻ യാത്ര തുടങ്ങുന്നത്. ടീം ടൈഗ്രിസ് അവിടെ ഇരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ശ്രീ വിൻസെന്റ്, അനീറ്റ. അവർ വ്യക്തിപരമായ കുറച്ച് കാരണങ്ങളാൽ ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ച് സ്വമേധയാ ക്വിറ്റ് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. തന്മൂലം ഇന്ന് ഏദന്റെ യാത്ര നിങ്ങൾ 3 കുടുംബങ്ങളുമായി ചേർന്നുള്ള ഒരുമയുടെ ഒത്തുകൂടലാണ്. റൈറ്റ്. നമ്മുടെ ഈ 4th ലെവൽ എലിമിനേഷൻ 3 കുടുംബങ്ങൾ എല്ലാവർക്കും വളരെ വളരെ സുപരിചിതരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. എങ്കിലും നമ്മുടെ പിഷോൺ ടീം സ്വയം ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയൂ. ഞാൻ എയ്മി. ഞാൻ മാത്യു, അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. ഗിഹോൺ. ഞാൻ ജോമോൻ, ഇൻഫന്റ് ജീസസ് ചർച്ച് ആവർഡി, പട്ടാഭിരാം, ചെന്നൈ. ഷിനി. യുഫ്രട്ടിസ്. മാത്യൂസ്, സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഫോറാന ചർച്ച്, നെടുങ്കുന്നം. ആൻസി മാത്യു. ആൻസി മാത്യു. ഞാൻ പേര് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. കൈക്ക് എന്താണ് പറ്റിയത്? കൈക്ക് കഴിഞ്ഞ ആഴ്ചയിലൊരു ആക്സിഡന്റ് ഉണ്ടായതാണ്. ഞാൻ 2 വീലറിലെ ഞങ്ങളുടെ രൂപതാധീനമായിരുന്നു. ഞങ്ങളുടെ കൊസൂർ രൂപത 2 വർഷമായി ആയിട്ടുള്ള ചെന്നൈയിലെ രൂപതയായിട്ട്. അപ്പോൾ അതിന്റെ വാർഷിക ആഘോഷങ്ങളിലെ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ 2 വീലറിലെ വരികയായിരുന്നു. അപ്പോഴേ സൈഡിൽ കൂടി ഒരു ബസ് വന്നിട്ട് പെട്ടെന്ന് ടേൺ ചെയ്തു. അപ്പോൾ അത് മുട്ടുവന്ന അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് സൈഡിലേക്ക് വണ്ടി വെട്ടിച്ചു. സൈഡിലെ കുറച്ച് മണ്ണുണ്ടായിരുന്നു. അപ്പൊ അതിൽ കയറിയിട്ട് വണ്ടി സ്കിഡായിട്ട് ഡയറക്റ്റ് വഴിയിലേക്ക് റോഡിലേക്ക് തന്നെയാണ് വീണത്. ഒടിവുണ്ടോ? ഇതിവിടെ ഒടിവുണ്ട്. ഓക്കെ, ശരി. എങ്കിലും കംഫർട്ടബിൾ ആണ് ഇരിക്കാനും. കംഫർട്ടബിൾ ആണ്. വരാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരും എല്ലാം പറഞ്ഞു. ഡോക്ടറോട് വിളിച്ചു ചോദിച്ചു ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കാറ് ഡ്രൈവ് ചെയ്യാൻ പ്രശ്നമില്ല, അധികം ഇളകാതെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ പോകുന്നു. നിങ്ങളുടെ മനസ്സിന് ഒരു കുറവും ഇല്ലാന്നറിയാം വരുന്നതിന്. കാരണം പ്രേക്ഷകരോട് പറയുകയാണ്, നമ്മുടെ കണ്ടസ്റ്റൻസിൽ ഏറ്റവും ദൂരയിൽ നിന്ന് വരുന്ന കണ്ടസ്റ്റൻസ് ആണ്, ദമ്പതികളാണ്. ടീം ഗിഹോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അവർ ചെന്നൈയിൽ നിന്നാണ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഏറ്റവും ദൂരത്തുനിന്ന് വരുന്ന, ഒരു മടിയും കൂടാതെ, ഒരു 0.1% പോലും മടി കൂടാതെ സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഓടിയെത്തുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് അവർ. ഈ 3 കുടുംബങ്ങളുമായി നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 1. റൗണ്ട് 1 ഇത് വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയുള്ള റൗണ്ടാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 27, 28, 29, 30 അധ്യായങ്ങൾ നിങ്ങളോട് നല്ലവണ്ണം വായിക്കാൻ പറഞ്ഞിരുന്നു. ആ 4 അധ്യായങ്ങളും നിങ്ങൾ വായിച്ചു. അത് വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ആ 4 അധ്യായങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഈ 4 അധ്യായങ്ങളിൽ നിന്ന് ഒരു ടീമിന് 2 നേരിട്ടുള്ള ചോദ്യങ്ങൾ വെച്ച് ഉണ്ടാകും. അങ്ങനെ 6 ചോദ്യങ്ങളാണ് ഇതിലുണ്ടാവുക. നിങ്ങൾ റൈറ്റ് ആയിട്ടാണ് ആൻസർ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 100 പോയിന്റ്സ്. പറയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് പാസ് ഓൺ ചെയ്യും. പാസ് ഓൺ ചെയ്ത് നിങ്ങൾ റൈറ്റ് ആൻസർ ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 50 പോയിന്റ്സ്. നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ല. നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ ഒരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. അറിയാവുന്ന ഉത്തരം പറയുക. രണ്ടാമതൊന്ന് പറയാനുള്ളത്, സ്ഥലത്തിന്റെ പേരുകളാവാം, വ്യക്തിയുടെ പേരുകളാവാം. ഇൻ, ഇൽ, ആ, ഹ ഇതൊക്കെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യുക. മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഇന്നിന് ഇൽ പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അത് പ്രൊനൗൺസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ,
നമുക്ക് പോയാലോ? ആദ്യ റൗണ്ടിലേക്ക് നമുക്ക് പോയാലോ? റെഡിയാണല്ലോ അല്ലേ? ശരി, ആദ്യ ചോദ്യം നിങ്ങൾക്കുള്ളത് ടീം പിഷോൺ, കേട്ടോളൂ. തനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിന് യാക്കോബ് നൽകിയ പേരെന്ത്? ബഥേൽ. ബഥേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഥേൽ ഉത്തരം റൈറ്റ് ആൻസർ. ടീം ഗിഹോണിനുള്ള നേരിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചോളൂ. ഏത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെടാനാണ് റബേക്ക യാക്കോബിനോട് പറഞ്ഞത്? ഏത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെടാനാണ് റബേക്ക യാക്കോബിനോട് പറഞ്ഞത്? പെരിയാർ. പെരിയാർ ദേശത്തേക്ക് എന്നാണ് പറയുന്നത്. പെരിയാർ ദേശത്തേക്ക് എന്നുള്ള ഉത്തരം തെറ്റാണ്. ഇറ്റ്സ് എ റോങ് ആൻസർ. സ്വാഭാവികമായിട്ടും ആ ചോദ്യം പാസ് ഓൺ ചെയ്യപ്പെടുകയാണ്. ടീം യൂഫ്രട്ടീസ്. ഹാരോൺ. ഹാരോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാരോൺ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഇറ്റ്സ് എ റോങ് ആൻസർ. ഹാരോൺ അല്ല, മറ്റൊരു പേരാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ പറയാം, കൃത്യമായി അറിയാമെങ്കിൽ കൃത്യമായി പറയാം. 50 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഹാരാൻ. ഹാരാൻ. ദ ആൻസർ ഈസ് റൈറ്റ്. ഹാരോൺ അല്ല, രോ അല്ല, രാ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ മാർക്ക് തരായിരുന്നത്. ശരി, നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. 100 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കാനാന സ്ത്രീകളെ തന്റെ പിതാവിന് ഇഷ്ടമില്ലെന്ന് കണ്ടപ്പോൾ ഏസാവ് വിവാഹം ചെയ്ത സ്ത്രീയുടെ പേരെന്ത്? മഹലത്ത്. മഹലത്ത് മഹലത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹലത്ത് എന്ന് പറയുന്ന ആൻസർ അത് വളരെ ശരിയാണ്, കൃത്യമാണ്. മഹലത്ത്. ആൻസർ ഇസ് റൈറ്റ്. ഗുഡ്. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, ഓരോ ടീമിനോടും ഈ 2 ചോദ്യങ്ങൾ വെച്ച് മൊത്തം 6 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉണ്ടാവുക. നിങ്ങളുള്ള രണ്ടാമത്തെ ചോദ്യം കേട്ടോളൂ. എന്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ എന്ന് പറഞ്ഞ് യാക്കോബിനെ സ്വീകരിച്ചത് ആരാണ്? ലാബാൻ. ലാബാൻ. ലാബാനാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? ശരിവെക്കുന്നുണ്ടോ നിങ്ങളത്? ശരിവെക്കുന്നു. ലാബാൻ ശരിവെക്കുന്നുണ്ട്. നിങ്ങളോ? ശരിയാണ്. 2 ടീമും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ആ സപ്പോർട്ട് ശരിക്കാണ്, ശരിയാണെന്ന് ഉറപ്പാണ്. ലാബാൻ റൈറ്റ് ആൻസർ. ടീം ഗിഹോണിനോടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. ലയായ്ക്ക് പരിചാരികയായി ലാബാൻ നൽകിയ അടിമപ്പെണ്ണിന്റെ പേരെന്ത്? ലയായ്ക്ക് പരിചാരികയായി ലാബാൻ നൽകിയ അടിമപ്പെണ്ണിന്റെ പേരെന്ത്? സിൽഹ. ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, പറഞ്ഞോളൂ. അത് ഓൾമോസ്റ്റ് അങ്ങനെയാണ്. ക്ലിയർ ആയിട്ട് പറഞ്ഞോളൂ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ഓൺ ടൈം. സിൽഹ. സിൽഹ. സിൽഹ എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. സിൽഹ. എനിക്കത് മാർക്ക് തരാൻ നിർവാഹമില്ലാതെ പോകുന്നു. വീണ്ടും ദ ആൻസർ ഈസ് റോങ്. ഞാനത് പാസ് ഓൺ ചെയ്യുകയാണ്. ടീം യൂഫ്രട്ടീസ്. സിൽഫ. 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 ദ ആൻസർ ഈസ് റൈറ്റ്. സിൽഫായാണ്, ഹാ അല്ല. ക്ഷമിക്കൂ എന്നോട് ആ ഒരു മൈന്യൂട്ട് ചേഞ്ചിൽ. കാരണം അങ്ങനെ ഒരു വളരെ മൈക്രോ ചേഞ്ച്, ഇൻ, ഇൽ, ഹ, ഫ ഇങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേൾക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് പറയണം. ഓക്കെ. 50 മാർക്ക് നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്ത് കിട്ടിയ ചോദ്യത്തിന് ലഭിച്ചു. നേരിട്ടുള്ള ചോദ്യം. യാക്കോബിന്റെ പുത്രിയുടെ പേരെന്ത്?
ദീന. ദീന. ദീന എന്ന് പറയുന്നു യാക്കോബിന്റെ പുത്രി എന്ന് പറയുന്നു. ഭാര്യ മറ്റെന്തോ ചെവിയിൽ മന്ത്രിക്കുന്നു. അത് പറയേണ്ടിയിരുന്നില്ല എന്നോ മറ്റോ ആണ്. അല്ല, അത് തന്നെയാണ് റൈറ്റ് അല്ലേ? Yes, right. ദീന, ദ ആൻസർ ഈസ് റൈറ്റ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോൾ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ ആൻഡ് യൂഫ്രട്ടിസ് വിത്ത് 250 പോയിന്റ്സ്. നമ്മുടെ ടീം ഗിഹോണിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമുക്കിനി 2 റൗണ്ട്സും കൂടെ ഉണ്ട്. അതും ഒത്തിരി മാർക്സിന്റെയാണ്. ലാസ്റ്റ് നിന്നവർക്ക് ഫസ്റ്റ് വരാൻ പറ്റിയ പോലത്തെ റൗണ്ട്സ് ആണ് ഇനിയുള്ളത്. നമ്മുടെ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഈ എലിമിനേഷൻ റൗണ്ടിൽ ഇത്രയും ദൂരത്തുനിന്ന് വന്നു, ഞങ്ങളോട് പറഞ്ഞു എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടായത്, എങ്കിലും ഇവിടെ എത്തിച്ചേർന്നു. മറ്റെന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങളെ നന്നായിട്ട് തന്നെ പോകുന്നു. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ആക്സിഡന്റിനോട് ചേർന്ന് പറയാനുള്ള ഈ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഈ ഒരു ആക്സിഡന്റിന് തന്നെ ഈ ഒരു ദൈവാനുഗ്രഹം ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം ഈ വണ്ടിയിലെ തട്ടാതിരിക്കാനായിട്ട് ഞാൻ മറിഞ്ഞപ്പോൾ ഞാൻ മറിഞ്ഞു വീണത് വഴിയിലേക്കാണ്. വഴിയിലേക്ക് വീഴുമ്പോഴേക്ക് ഞാൻ കറക്റ്റ് മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, കാരണം വണ്ടി റൈറ്റിൽ കൂടെ പോകുന്നുണ്ട്, ഞാൻ വണ്ടിയുടെ അടിയിലേക്കാണ് വീഴുന്നതെന്നാണ്. ദൈവമേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ വണ്ടിക്കടിയിൽ പോയി ഞാൻ തീർന്നു എന്നുള്ള അതേ ചിന്തയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ദൈവം അവിടെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. വണ്ടി കടന്നു പോകുന്ന നിഴല് ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ട് കണ്ടു. പെട്ടെന്ന് വണ്ടി ക്രോസ് പോയി. പുറയിൽ വേറെ വണ്ടികൾ, വലിയ വണ്ടികളൊന്നും വന്നില്ല. 2-3 ബൈക്കുകാർ വന്നു. അവർ പെട്ടെന്ന് തന്നെ അവിടെ ചവിട്ടി നിർത്തി. എന്നെ ഇടിച്ചില്ല. ഞാൻ വഴിയിലേക്ക് കിടക്കുകയാണ്. വണ്ടി പുറത്തോട്ട് അവർ പെട്ടെന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം തൂത്ത്. അപ്പോൾ രാത്രി ഒരു 10:45 സമയമായിരുന്നു. കുറെ എൻ്റെ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ആരെയും വിളിക്കാനായിട്ട് നിർവാഹമില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്ററോളം ദൂരെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഞാൻ വൈഫിന്റെ നമ്പർ അറിയാം, എവിടെയെങ്കിലും പോയി വിളിച്ച് പറഞ്ഞാലേ വീട്ടിൽ ആൾപ്പാടെ പേടിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോഴേ പുറകെ വന്ന 2 പേരെ ദൈവദൂതന്മാരെ എന്ന പോലെ തന്നെ അവരെ അവിടെ നിന്ന് എനിക്ക് എത്തേണ്ട അതിന് ഒരു 10 കിലോമീറ്റർ അടുത്ത് വരെ അവർ എന്നെ കൊണ്ട് വിട്ടു. അവിടെ വിട്ടതിന് ശേഷം അവർ പറഞ്ഞു ഒന്നുകിൽ ഞങ്ങളുടെ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ കാരണം അവർ വേറൊരു വഴിക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ കൊണ്ട് ഇവിടെ വിടാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോഴെ കയ്യിലെ മരച്ചിരിക്കുന്നതുകൊണ്ട് ഒടിവുണ്ടെന്നുള്ളതൊന്നും എനിക്കില്ല. കുറച്ച് കാലയിലും കുറച്ച് തൊലി പോയിട്ടുണ്ട് കയ്യേലെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിച്ച് വീട്ടിലെത്തി വൈഫ് ചോദിച്ചപ്പോഴേക്കും കണ്ടപ്പോഴേ പറഞ്ഞു, കാരണം സാധാരണ ഞാൻ വരുമ്പോഴൊന്നുമില്ല, ഞാൻ മുറിവുണ്ടായതുകൊണ്ട് കയ്യിൽ ടവല് ചുറ്റിയാണ് വരുന്നത്. വന്നപ്പോഴേ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്നും സംഭവിച്ചു, ദൈവം കാത്തു. പിന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോഴേക്ക് ഫ്രാക്ചർ ഉണ്ടായെന്ന് പറഞ്ഞു. വിരലിന്റെ ഇവിടെ ഇതിന് മുകളിൽ വെച്ച്. ശരിക്കും ദൈവാനുഗ്രഹം. അതെ അതെ, സംരക്ഷണത്തിന്റെ ഒരു സാക്ഷ്യമാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്. പലരും പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ദൈവാനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും, പള്ളിയിലാണെങ്കിലും ഞങ്ങളെ 2 പേരും സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ്. പിന്നെ ഞങ്ങളെ എല്ലാ ദിവസവും ഞങ്ങളെ പള്ളിയിൽ കുർബാനയ്ക്ക് മുടങ്ങാതെ പോകുന്ന ഒരു ഫാമിലിയാണ്. പള്ളി അടുത്തില്ല, ഞങ്ങൾക്കൊരു 16 കിലോമീറ്ററോളം ദൂരെയാണ് പള്ളി, ഞങ്ങളുടെ ഇടവക പള്ളി. അവിടെ ഞായറാഴ്ച പോകും, ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിക്കാണ് കുർബാന, അപ്പം പറ്റില്ല. പിന്നെ തമിഴ് മാസമാണ്, തമിഴ് പള്ളിയിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു 5-6 കിലോമീറ്റർ പോകണം. പിള്ളേരെ രാവിലെ എഴുന്നേൽപ്പിച്ച് 4 മണിയാകുമ്പോൾ പിള്ളേരെ എഴുന്നേൽക്കും. അതിനുശേഷം 6 മണി 6:15 ആകുമ്പോഴേക്കും ഞങ്ങൾ പള്ളിയിലേക്ക് പോകും. പള്ളിയിലേക്ക് പോയി കുർബാനയ്ക്ക് ശേഷം, കുർബാന ഞങ്ങളെ മുടക്കാറില്ല. അപ്പൊ അതിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് എല്ലാവരും ഞങ്ങളോട് പറയുകയുണ്ടായി. അതും ഭയങ്കര ഒരു സാക്ഷ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുകയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് മക്കള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ആരെങ്കിലും പെർഫോമൻസ് സാധാരണ എന്തെങ്കിലുമൊക്കെ പതിവുള്ളതാണ്, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇന്ന് അനിറ്റ ഇളയാള് അവള് ഒരു ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്
ഒരുങ്ങി വന്നിട്ടുണ്ട്. അവരിങ്ങനെ പറഞ്ഞ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായത് കൊണ്ട് വരാൻ പറ്റുമോ ഇല്ല എന്നറിയില്ലാഞ്ഞു. പക്ഷെ അവസാനം അവള് പറഞ്ഞു ഞാൻ പഠിച്ചോളാം, തന്നെ നോക്കി യൂട്യൂബിൽ നോക്കി ഡാൻസ് എടുത്തിട്ട് 2 ദിവസം കൊണ്ട്, അവസാനത്തെ 2 ദിവസം കൊണ്ടാണ് അവള് തന്നെ പഠിക്കുകയാണ്. അവള് തന്നെ കണ്ട് അവള് തന്നെ പഠിക്കുന്നതാണ്. ഓ, അത് ശരി. തന്നെ പഠിച്ചിട്ട് എനിക്ക് പോകണം, എനിക്ക് ഇതുകൂടെ ഒന്ന് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവളുടെ ഭയങ്കര ഇൻട്രസ്റ്റ് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ പോരുവാനായിട്ട് പ്ലാൻ ചെയ്തത് തന്നെ. ഓക്കെ, ഗുഡ്. അനിറ്റ് മോളുടെ പെർഫോമൻസ് നമുക്ക് കാണാം. മോളെ വരുമോ? ഗുഡ് ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ് കേട്ടാ, വെരി ഗുഡ്. ഇത് ഈ കൊച്ചു മിടുക്കിയെ ചേർത്ത് വെച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ നിന്ന് അവള് തന്നെ ഈ പാട്ട് സെലക്ട് ചെയ്ത് ആ ഡാൻസ് അത് എന്തൊക്കെയാണ് അവര് ചെയ്തിട്ടുള്ളത് അത് നോക്കി ഈ മിടുക്കി അവള് തന്നെ സ്റ്റെപ്പ് കണ്ട് അവൾ സ്വയം പഠിച്ച ഒരു ഡാൻസ് ആണിത്. അതുകൊണ്ട് കൂടുതൽ ഇവളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞങ്ങൾ കൈയടിച്ച് നന്ദി പറയാം കേട്ടോ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ടീം പിഷോൺ, എന്താണ് നമ്മുടെ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ വീടിന്റെ അടുത്തൊരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി കോർപ്പറേറ്റിന്റെ തന്നെ അവര് ഒരു സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാവാലവാ, കുട്ടനാട് ഏരിയ ആണ്. നല്ല ട്രാവലിംഗ് ഉണ്ട്, പക്ഷെ നല്ല സ്ഥലമാണ്. ബോട്ടൊക്കെ കയറിയാ പോകുന്നത്. സ്കൂൾ ഒരു ആറ്റുതീരത്താ സ്കൂളിൽ ഇരിക്കുന്നത്. ആ ട്രാവൽ എക്സ്പീരിയൻസ് തന്നെ ഒരു ഭയങ്കര നല്ല രസമാണ്. രാവിലെ നേരത്തെ പോണം, വൈകിട്ട് ലേറ്റ് ആയിട്ടേ എത്ര വരത്തുള്ളൂ. ദൂരമുണ്ട് വീട്ടിൽ നിന്ന്? എത്ര ദൂരമുണ്ട്? ഒരു 30-35 കിലോമീറ്റർ. ഓ, 35 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. വൺ സൈഡ് ഉണ്ട്. ഓ, ശരി, ഓക്കെ. ആദ്യം ഏറ്റുമാനൂർ വരണം, പിന്നെ കോട്ടയം ചെല്ലണം, പിന്നെ കാവാലം കയറണം, പിന്നെ അവിടെ വരെ ബസ്സുള്ളു. കൃഷ്ണപുരം എന്നൊരു സ്ഥലം വരെ ബോട്ട് കിട്ടിയില്ലെങ്കിൽ കടത്ത് കിടക്കണം. പക്ഷെ നല്ല സ്ഥലവും സ്കൂളും എല്ലാം നല്ല, ഒത്തിരി നമുക്ക് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആയി. സ്ഥലമൊന്നും കുഴപ്പമില്ല. പിന്നെ യാത്രയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പൊ അതുകൊണ്ട് കുറെ കൂടെ ഭയങ്കര ടൈറ്റായി കാര്യങ്ങളൊക്കെ. മാത്യു, എന്താണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ഇല്ല, ഞാൻ പറയട്ടെ ഓർത്തു, ജോലിയുടെ കാര്യല്ലേ. പിന്നെ പോകുന്നത് നേരത്തെ ആയ കാരണം കൊച്ചിനെ ഞങ്ങള് നോക്കുന്നത് കുറച്ചുകൂടെ സമയം കുറഞ്ഞു. അതായത് അച്ഛനും അമ്മയാണ് നോക്കുന്നത് വീട്ടില്. അപ്പം അവർക്ക് കുറച്ചുകൂടെ ഒരു ഡ്യൂട്ടി കൂടി. വന്നിട്ടുണ്ടോ? ഇല്ല, അവര് വന്നിട്ടില്ല. എമിയുടെ പപ്പയും അമ്മയും വന്നിട്ടുണ്ട്, വാവയും വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ ഏദൻ തോട്ടത്തിൽ കൃത്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോയിട്ടുള്ളത്. പക്ഷെ ഏതോ ഒരു ടൈമിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒരു എലിമിനേഷൻ എപ്പിസോഡിനെ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഓക്കെ, എങ്ങനെ കാണുന്നു നമ്മുടെ ഈ ഒരു ജേണി? എങ്ങനെ കാണുന്നു? എലിമിനേഷൻ ഇതിപ്പം വരാൻ കാരണം എന്ന് വെച്ചാല് മുൻപിലത്തെ ഷൂട്ട് നടന്നത് പൂജ ഹോളിഡേയ്സിലായിരുന്നു. അപ്പോഴത്തേക്കിനെ വന്ന് എനിക്ക് 2 കൺവെൻഷൻ ഞങ്ങളുടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ വർഷവും പൂജ ഹോളിഡേയ്സിലാണ് നടക്കുന്നത്. ഒന്ന് അതായിരുന്നു. പിന്നെ കുറുമ്പനാടത്ത് ഈവനിങ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. ഒരു കാരണവശാലും ഒരു ഡേറ്റും പറ്റില്ലായിരുന്നു. ഓക്കെ, എങ്ങനെ കാണുന്നു നമ്മുടെ ഈ ഒരു ജേണി? എങ്ങനെയാ കാണുന്നത്? എങ്ങനെ നിങ്ങൾ? ഒത്തിരി സന്തോഷം. എന്താ പറയാ, ഇപ്പം ഞങ്ങള് ലാസ്റ്റ് ഈ ഇതിന്റെ കാര്യം അന്ന് വരാൻ പറ്റിയില്ല ഈ ലാസ്റ്റ് ഷൂട്ടിന്. അപ്പൊ ഞങ്ങളിങ്ങനെ അറിഞ്ഞു നമുക്ക് എന്തായാലും എലിമിനേറ്റ് ആകുക എന്നുള്ളതേ ഉള്ളൊരു ഓപ്ഷൻ. അപ്പം അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ റൗണ്ടിലെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ റൗണ്ട് അതുവരെ ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പറയുമായിരുന്നു. മൂന്നാമത്തെ റൗണ്ടില് ഇത് അറിയാം, പിന്നെ അധികം ആൾക്കാരോട് പറഞ്ഞില്ല. പക്ഷെ എങ്കിലും മൂന്നാമത്തെ റൗണ്ടിലെ എപ്പിസോഡാണ് ഒത്തിരി ആൾക്കാർ കണ്ടത്. എല്ലാരും വന്ന് ഞങ്ങളോട് പറഞ്ഞു. ഭയങ്കര സങ്കടമായി. അപ്പൊ ഞങ്ങൾ ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോ അടുത്തത് ഇനി ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ വീണ്ടും ഇങ്ങനെ വിളിച്ചപ്പോൾ ഒരു അവസരമുണ്ട് എലിമിനേഷൻ റൗണ്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. വീണ്ടും അങ്ങനെ വീണ്ടും നമ്മൾ വന്ന് ഏദൻ തോട്ടത്തിൽ ഇരിക്കുകയാണ്. ഈ വിശേഷങ്ങളെല്ലാമായി നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 2. റൗണ്ട് 2 ഇതൊരു സംഗീതവുമായി ഗാനവുമായി ബന്ധപ്പെട്ട ഒരു റൗണ്ടാണ്. ഇത് നമ്മളൊരു ഗാനത്തിന്റെ പല്ലവി, ആദ്യ 4 വരികൾ അത് തെറ്റിച്ച് ഷഫിൾ ചെയ്ത് 1, 2, 3, 4 അങ്ങനെ 6 ഭാഗങ്ങളിലായി തെറ്റിച്ച് അത് ക്രമപ്പെടുത്തിയായിരിക്കും നിങ്ങൾ LED വാളിൽ കാണുക. അത് നിങ്ങൾ ഏത് ഗാനമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ആ ഗാനം എഴുതുക നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ. ഇതാണ് ഈ റൗണ്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 100 പോയിന്റ്സ്. ഇതിനുള്ള ടൈം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
only 30 seconds. 30 സെക്കൻഡ് ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. നമുക്കത് പാട്ട് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ശരി. നേരെ നമുക്ക് ഗെയിമിലേക്ക് പോകാം. നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം, ഏതാണ് ആ ഗാനം? ആദ്യ ഗാനം ഏതാണ്? പ്ലീസ്. പ്രസിദ്ധമായിട്ടുള്ള പാട്ടാണ്. വളരെ പ്രസിദ്ധം. ടൈം പോകുന്നു. ടൈം ഔട്ട്. ടീം പിഷോൺ, നിങ്ങൾ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ആ നമ്പർ എഴുതിയിട്ടുള്ളത്, ആ ക്രമം ഒന്ന് പറയൂ. 4 ആ 1 ആ 5 ആ 3 ആ 6 ആ 2. 2. ശരി, നിങ്ങളുടെ ഓർഡർ പറയൂ. 4 1 5 6 2 3. 2 3. ശരി. Euphrates. 4 1 5 6 3 2. 3 2. ശരി. നമ്മൾ ആ ചോദ്യം വീണ്ടും കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടുകയാണ്. ഒരു പ്രാവശ്യം കൂടി ടൈമർ ഇല്ലാതെ ആ ചോദ്യം ഞങ്ങൾക്കൊന്ന് തരാമോ? നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാനുള്ള മറ്റൊരവസരമാണ്. മാറ്റാൻ ഒരു കാരണവശാലും പറ്റില്ല. എഴുതിയത് തന്നെ. ഷോ മീ ദ റൈറ്റ് ആൻസർ, കമ്പ്യൂട്ടർ പ്ലീസ്. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന. ഇതിന്റെ റൈറ്റ് ഓർഡർ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഓർഡർ ആണ് നമ്മൾ കണക്കാക്കുക. 4 1 5 3 6 2. ആരാണ് ഈ ഒരു കറക്റ്റ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത്? ടീം പിഷോൺ, റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്, തരൂ ഞങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം. സമയം 5 സെക്കൻഡ്. ടൈം ഔട്ട്. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ടീം യൂഫ്രട്ടീസ്, പ്ലീസ് സ്റ്റാർട്ട്. 3 1 1 1 5 5 2 2 4 4 6. 6. നിങ്ങൾ പറയാമോ? 3 2 4 5 1 6. 5 ശരിയല്ല. 1 6. ഓക്കെ. ടീം പിഷോൺ. 3 1 5 2 4 6. 5 2 4 6. ശരി. നമുക്ക് ഒന്നും കൂടെ ആ ഒരു ക്വസ്റ്റ്യൻ കാണാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഞങ്ങൾക്ക് അതിന്റെ റൈറ്റ് ആൻസർ വേണം. കമ്പ്യൂട്ടർ പ്ലീസ്. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം, കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. ഇതിന്റെ റൈറ്റ് ഓർഡർ ഇങ്ങനെയാണ്: 3 1 5
2, 4, 6. ആരെല്ലാമാണ് ശരി ഉത്തരം എഴുതിയിരിക്കുന്നത്? ടീം പിഷോൺ ആൻഡ് യൂഫ്രട്ടസ് റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്, മൂന്നാമത്തെ ചോദ്യം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗാനമാണിത്. കെസ്റ്റർ അതിമനോഹരമായി പാടി ഒരുപാട് സമയം നമ്മൾ പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. ഇപ്പോഴും പാടുന്ന പാട്ടാണ്. സമയം ടൈംഡ് ഔട്ട്. ഗാനം ഏതാണെന്ന് മനസ്സിലായോ? ആ ഗാനം അറിയാവുന്നതാണോ? ഈ ഗാനം ഉറപ്പായിട്ട് അറിയാം, കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഉറപ്പായിട്ട് അറിയാൻ പറ്റും ഈ ഗാനം. ഈ കേട്ടിട്ടുള്ള ഗാനമാണോ അത്? ഓക്കെ, ഓർഡർ പറയാം. എഴുതിയില്ല. എഴുതിയിട്ടില്ല. ശരി, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 4, 1, 5, 3, 6, 2. 6, 2. പിഷോൺ 4, 1, 5, 3, 6, 2. സെയിം ഓർഡർ തന്നെയാണ്. ഫൈൻ. ഒന്നുകൂടി ആ ഗാനം ഞങ്ങളെ ഒന്ന് കാണിക്കാമോ കമ്പ്യൂട്ടർ പ്ലീസ്? ഇപ്പോഴും അറിയാൻ പറ്റുന്നില്ല അത് ഏതാ പാട്ടെന്ന്. കമ്പ്യൂട്ടർ പ്ലീസ് ഷോ ദ റൈറ്റ് വൺ. ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭു. ഈ ഗാനം കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. ഇല്ലേ? ഇത് കേൾക്കാതെ തരമില്ല. കാരണം എത്രയോ പ്രാവശ്യം കാഴ്ചവെപ്പിനൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനിലൊക്കെ പാടിയിട്ടുള്ള, എത്ര പ്രാവശ്യം പാടിയിട്ടുള്ള പാട്ടാണ്. ഓക്കെ, ഇതിന്റെ റൈറ്റ് ഓർഡർ ഇങ്ങനെയാണ്: 4, 1, 5, 3, 6, 2. ആരൊക്കെയാണ് ശരി ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ടീം പിഷോൺ ആൻഡ് യൂഫ്രട്ടസ് വൺസ് അഗൈൻ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. നമ്മൾ ഈ റൗണ്ടിലെ അവസാന ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആ ഗാനം ഏതാണ് കമ്പ്യൂട്ടർ പ്ലീസ്? ഇതും അത്രയും പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ടൈം പോകുന്നു. ടൈം ഔട്ട്. ടീം പിഷോൺ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഈ ഗാനം മനസ്സിലായല്ലോ ഏതാണ്? ഓക്കെ, ഫൈൻ, പറയൂ നമ്പർ. 4, 5, 3, 6, 5, 1. 5 2 പ്രാവശ്യം വന്നോ? എനിക്ക് മനസ്സിലായില്ല. 2 5 വന്നോ? അവിടെ ഒരു അവസാനം ഒരു കൺഫ്യൂഷൻ ഒരു വന്നായിരുന്നു. മിസ്റ്റേക്ക് വന്ന. അത് കംപ്ലീറ്റ് അല്ല. 2 5 വന്നു. ഞങ്ങൾ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നതാ. പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നു. അങ്ങനെ തന്നെയാണ് വച്ചിട്ടുള്ളത്. ശരി. ടീം ഗിഹോൺ 4, 5, 6, 2, 3, 1. തെറ്റാ. 2, 3, 1 നമ്പർ പറയുന്നതിന്റെ അവസാനം തെറ്റാണെന്നും കൂടി ആഡ് ഓൺ ചെയ്യാം. എപ്പോഴും മുൻകൂർ ജാമ്യം എടുക്കും അല്ലേ? അതാണ്. യൂഫ്രട്ടസ് 4, 5, 3, 6, 2, 1. 2, 1. ശരി, ഒന്നുകൂടി നമ്മൾ കണ്ടോളൂ. അത് എങ്ങനെയാണ് ആ 5 2 5 വന്നതൊക്കെ എവിടെയാണ് പാളിച്ച ഒന്ന് കാണാം. ആ ചോദ്യം ഒന്നുകൂടി തരാമോ ഞങ്ങൾക്ക്? കമ്പ്യൂട്ടർ പ്ലീസ് ഷോ ദ റൈറ്റ് വൺ. നീ
കേട്ടിട്ടില്ലേ ഗാനം? കേട്ടിട്ടുണ്ട്, പക്ഷെ ലൈനുകൾ കംപ്ലീറ്റ് അറിയത്തില്ല, അതുകൊണ്ടാണ് തെറ്റാണെന്ന് തന്നെ പറഞ്ഞത്. അറിയാമെന്ന് പറഞ്ഞിട്ടും എന്താണ് അവിടെ കൺഫ്യൂഷൻ വന്നത്? എന്താണ്? ചേട്ടായി പറഞ്ഞു തന്നായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയപ്പോ ഒരു റിപ്പീറ്റ് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ലെറ്റർ മാറിപ്പോയി. ലെറ്റർ മാറിപ്പോയതാ. ആ 2-1 എന്നുള്ളത് അതാ 5 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ആയിപ്പോയി. റിപ്പീറ്റ് ആയിപ്പോയി. അറിയായിരുന്നു, നന്നായിട്ട് അറിയായിരുന്നു. റൈറ്റ് ഓർഡർ ഇങ്ങനെയാണ്: 4, 5, 3, 6, 2, 1. ആരെല്ലാമാണ് ശരി ഉത്തരം എഴുതിയിരിക്കുന്നത്? ടീം യൂഫ്രട്ടസ്, റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് ലഭിക്കുന്നു 100 പോയിന്റ്സ്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് അവസാനിക്കുമ്പോൾ സ്കോർസ് ഇങ്ങനെയാണ്: ടീം പിഷോൺ ആൻഡ് യൂഫ്രട്ടസ് വിത്ത് 300 പോയിന്റ്സ്. നമ്മുടെ ടീം ഗിഹോണിന് സെക്കൻഡ് റൗണ്ടിലും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഇനി നമുക്ക് ഒരു റൗണ്ടും കൂടെ ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ടീം യൂഫ്രട്ടസിന്റെ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ എന്തോ അടിയൊക്കെ നടന്നു എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഒരാളെ തെറ്റിക്കാൻ വേണ്ടി അടുത്തിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാം റൈറ്റ് ആയത് ചേച്ചി തന്നെ എഴുതിയതാന്ന് അല്ലേ? ആദ്യത്തെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു. റൈറ്റിൽ എഴുതി വെച്ചപ്പോ ഞാൻ അതായിരിക്കും എന്ന് പറഞ്ഞപ്പം അപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ആ പാട്ട് തെറ്റിയത്. അത് നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു പാട്ടല്ലേ, ആരാധനയ്ക്കേറ്റ യോഗ്യനായ. അതെ അതെ, നമ്മൾ എപ്പോഴും പാടുന്ന പാട്ട്. എന്തൊക്കെയാണ് നമ്മുടെ 4th ലെവൽ കഴിഞ്ഞ് ഇപ്പൊ ഒരു എലിമിനേഷനിൽ, കാരണം നിങ്ങൾ എപ്പോഴും നന്നായി കളിക്കുന്ന ഒരു ടീമാണ്, ഈ ഒരു എലിമിനേഷനിൽ വരുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 4ാമത്തെ റൗണ്ടിലൊരു ഇച്ചിരി മാർക്ക് കുറവായിരുന്നു. അപ്പൊ വിചാരിച്ചു ഇനി അങ്ങനെ വരുമോ എന്ന് പ്രതീക്ഷിച്ചു. ചിലപ്പം വന്നേക്കും എന്നിങ്ങനെ പ്രതീക്ഷിച്ചു. ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പം ഇനി വാ എന്നാ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷങ്ങളിൽ അമിതമായിട്ട് ആഹ്ലാദിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അമിതമായിട്ട് ദുഃഖിക്കുകയോ ചെയ്യുന്ന ഒരു ഇതല്ല. ഞങ്ങളെല്ലാവരും മിതത്വം എല്ലാത്തിനും ഒരു ഇതായിട്ടങ്ങ് പോകുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നു. അതിനെല്ലാം പോസിറ്റീവായിട്ട് മാത്രം കാണുന്നു. ഇവിടെ വരാൻ ഒരുപക്ഷെ ഞങ്ങൾ ഔട്ടായി പോയിരുന്നെങ്കിലും ഞങ്ങൾ ഈ ഒരു സ്റ്റേജിൽ സാറിൻ്റെയൊക്കെ കൂടെയൊക്കെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെയുള്ള ഒരു ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു ഏതേൻ തോട്ടത്തിൽ ഒരു ഭാഗമാകാൻ സാധിച്ചത്. നമ്മുടെ ഒത്തിരി സന്തോഷം. ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. നിങ്ങൾ ഈ യാത്ര എങ്ങനെയാണ് കാണുന്നത്? ഏതൻ തോട്ടത്തിന്റെ ഒരു യാത്ര, ദ വെരി ബിഗിനിങ് ടു ഈ ഒരു സമയം വരെയുള്ള നിമിഷങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്ന ഒരു സ്വയം വിലയിരുത്തൽ എങ്ങനെയാണ് നിങ്ങളുടെ അതെല്ലാം പറയണം. നിങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യമാകാം, അല്ലെങ്കിൽ സ്നേഹമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആവാം, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ ഇങ്ങോട്ട് പോരാനായിട്ട് ഞങ്ങൾ ഒരു 3.5-4 മണിക്കൂർ യാത്ര ഞങ്ങൾ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ വഴി ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയെ പാട്ടുമൊന്നും ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ തന്നെ ഒരു രസമാണ്, ഒരു ആസ്വദിച്ച് ഞങ്ങൾ വരുന്നതേ. തിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിലും വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ജീവജാലങ്ങളൊന്നുമില്ല, നോക്കണ്ട. ഞങ്ങൾ പതിയെ സാവധാനം ഞങ്ങൾ സ്മൂത്തായിട്ട് കാറുമൊക്കെ ഓടിച്ച് പതിയെ രാത്രി 5:30 2 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ടുണ്ടല്ലേ. രസമായിട്ട് അങ്ങ് പറ്റും. ഒരു ഞങ്ങൾ വെളുപ്പിന് 2 മണിക്ക് ചെന്നിട്ടുണ്ട് ഇവിടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട്. ഓ അത് ശരി. പതിയെ അങ്ങ് പോകും. ഓക്കെ. തോട്ടത്തിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ്. നല്ല പ്രോഗ്രാംസ് എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ 3-4 റൗണ്ടും ഒക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, കണ്ടില്ലല്ലോ അപ്പൊ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾ എല്ലാരും കാണണം, അപ്പൊ അത് ഉടനെ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല ഒത്തിരി കുടുംബങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടാകുന്നതായിട്ടൊക്കെ ഓരോരുത്തരും പറയുന്ന കേൾക്കാം. നല്ല ടാസ്കുകൾ ഇവിടെ കൊടുക്കുന്നു, നല്ല രസമാണ് കാണാൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇന്ന് ചേട്ടൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സാധാരണ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐറ്റം കയ്യിൽ ഒളിപ്പിക്കുക പതിവുണ്ട്. ഇന്ന് എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ദമ്പതികളുടെ ഒരു റിയാലിറ്റി ഷോ ആയത് കാരണം ഭാര്യാഭർത്താക്കന്മാരെ പറ്റി പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഒരു വചനത്തെ ആസ്പദമാക്കിയുള്ള ഒരു മാജിക്ക് ഞാനിവിടെ അവതരിപ്പിക്കാം. വചനത്തെ ആസ്പദമാക്കിയുള്ള ഒരു മാജിക്. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ദമ്പതികളെ പറ്റി പറഞ്ഞിരിക്കുന്ന അവർ രണ്ടല്ല ഒരു ശരീരമാണെന്നുള്ള ഒരു ഇത് പറഞ്ഞു. ആ ഒരു കോൺസെപ്റ്റിലേക്കുള്ള ഒരു സന്ദേശം, ഒരു മാജിക്കായിട്ട് കരുതണ്ട, ഒരു സന്ദേശമായിട്ട് നമുക്കിതിനെ. ശരി, അത് ഇങ്ങോട്ട് വന്ന് കാണിച്ചാലോ? അങ്ങോട്ട് വരാം. ഇത് ദമ്പതികളുടെ ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പം ദമ്പതികളെ ബേസ് ചെയ്തുള്ള ഒരു
പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സന്ദേശം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു മാജിക്ക എന്നുള്ളതിലുപരി ഒരു സന്ദേശമായിട്ട് ഇതിനെ കണക്കാക്കുക. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തെപ്പറ്റി, അവർ രണ്ടല്ല ഒരു ശരീരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കാണെങ്കിലും ചിന്തിച്ചറിയാം രണ്ടുപേരെങ്ങനെ ഒരു ശരീരമായി തീരുന്നത്. നമ്മുടെ നാട്ടുഭാഷ തന്നെ പറയാറുണ്ട് ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന്. അതെ, നമ്മുടെ ഇതേ ചിന്തിച്ച് നമുക്കത് ഒരിക്കലും ശരിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും അവരുടെ സ്നേഹവും ഐക്യവും എല്ലാം കൂടി ചേരുമ്പോൾ ദമ്പതികൾ ഒന്നാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് ഞാൻ സിംബോളിക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ശരി. ഇത് ഒരു ചരടാണ്, നീളമുള്ള ഒരു ചരടാണ്. നമുക്കറിയാം വിവാഹത്തിൽ 2 പേരാണ് ഉണ്ടാകുന്നത്. അത് ഞാനിത് ഒന്ന് മുറിക്കുകയാണ്. ഒന്ന് മുറിക്കാമോ സാർ? ഷുവർ. ഒരുമിച്ച് എവിടെയാ മുറിക്കേണ്ടത്? ഈ ലെവൽ വെച്ച് മുറിച്ചു. ഒപ്പായിരിക്കണം ആ അല്ലേ? കുഴപ്പമില്ല. ഇവിടെ മുറിക്കാമല്ലോ? മുറിച്ചു. ഓക്കെ, ശരി. താഴേക്കോട്ടെ. അത് 2ആയിട്ട് മുറിച്ചിരിക്കുകയാണ്. 2 ലെയർ ഇത് ഇതായിട്ട് മുറിച്ചിരിക്കുകയാണ്. ഇത് കൂട്ടിക്കെട്ടണം. വിവാഹത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നാകുന്ന ആ ഒരു ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് 2ആയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടുകയാണ്. ഇത് വിവാഹം എന്ന താലിച്ചരടിലൂടെ ബന്ധിപ്പിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇനി ഇതിൽ നമുക്ക് പ്രാർത്ഥന, കൂപ്പിയ കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥനയെ അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തെ ആണ് നമ്മൾ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സാറെ കയ്യൊന്ന് കൂപ്പി സാറിൻ്റെ പ്രാർത്ഥനയെങ്കിലും ഇങ്ങോട്ടൊന്ന്. ഓക്കെ, നമുക്കിതൊന്നു സാറിന് നമ്മുടെ പ്രാർത്ഥനയും ദൈവസ്നേഹവും ആ ദമ്പതികളുടെ കൂട്ടായ്മയും എല്ലാം കൂടെ ഒരുമിച്ച് ലയിച്ചു ചേരുന്നതിന് ഞാനിവിടെ സിംബോളിക്കായിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഇനി ഞാനിത് ഒരു കുടുംബം എന്നതിൻ്റെ സിംബോളിക്കായിട്ട് ഞാനിതൊരു ടൗലിലേക്കാണിത് പൊതിയുകയാണ്. ഇതിൻ്റെ ചരട് കുറച്ച് നീട്ടിയിട്ടാകാം. ഈ ചരട് അതുപോലെ തന്നെയുണ്ട്. ഞാനിനി ഇത് സാറ് കയ്യിലോട്ട് പിടിക്കാമോ സാർ? മാഡം ഈ ചരടൊന്ന് പതിയെ ഓരോന്നോരോന്നായിട്ട് കുറേശ്ശെ ഒന്ന് വലിച്ചെടുക്കാമോ? ഒറ്റ സെക്കൻഡ്. യെസ്, പതിയെ 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 വലിച്ചെടുക്കും. അയച്ചു കൊടുത്തു സാർ. ഓക്കെ, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അവർ രണ്ടല്ല ഒരു ശരീരമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ പറയുന്നത് ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്നത് വെറും വെറുതെയാണ്. പൗലോസ്ലീഹ പറഞ്ഞത് തന്നെയാണ് സത്യം. അവർ രണ്ടല്ല ഒന്നാണ്. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ മനോഹരമായ ഈ സന്ദേശത്തോടെ നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 3. റൗണ്ട് 3 നിങ്ങളുടെ 3 പേരുടെയും മുമ്പിൽ ഒരു ട്രെയിൽ ഒരു വലിയ ബൗളുണ്ട്, ചെറിയ ബൗളുണ്ട്. അതിൽ റവയാണ്. എന്തിനാണത്? റവ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കാനാണ്. ഇപ്പൊ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാനല്ല വച്ചിരിക്കുന്നത്. ഇതൊരു കിച്ചൺ ടാസ്ക് റൗണ്ടാണ്. ഒരു സ്പൂണുണ്ട്, ഫോർക്കുണ്ട്, തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബൗളുമുണ്ട്. ഇതിൽ നമ്മൾ ആ റവയിൽ മുത്തുകൾ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. അത് ആ സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് 12 മുത്തുകൾ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന മുത്തുകൾ ആ ചെറിയ ബൗളിൽ നിക്ഷേപിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം. ഈ ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്. ഓരോ മുത്തിനും 50 പോയിന്റ്. ടോട്ടൽ നിങ്ങൾക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ സാധിക്കുക 600 പോയിന്റ്സ് ആണ്.
12 മുത്തും ആ ചെറിയ ബൗളിൽ ഇടാൻ കഴിഞ്ഞാൽ 600 പോയിന്റ് വരെ നമുക്ക് നേടാൻ കഴിയും. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൂ. Your time starts now. റവ തട്ടി കംപ്ലീറ്റ് പുറത്തേക്ക് കളയരുത്. റവയോടെ സ്പൂണിൽ കോരിയിടുകയും ചെയ്യരുത്. ഇരുപത്തിയഞ്ച് സെക്കൻഡ്. അഞ്ച് സെക്കൻഡ്. ടൈം ഔട്ട്. ലിവ് ഇറ്റ്. ഓക്കെ, നമ്മൾ എത്ര മുത്തുകൾ ശേഖരിച്ചു? നമ്മുടെ തേർഡ് റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീംസിനും ലഭിക്കുന്നു 600 പോയിന്റ്സ്. നമ്മുടെ ഫൈനൽ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ ആൻഡ് യൂഫ്രട്ടസ് വിത്ത് 1150 പോയിന്റ്സ്. ആൻഡ് ടീം ഗിഹോൺ വിത്ത് 600 പോയിന്റ്സ്. നമ്മുടെ ഈ എലിമിനേഷൻ റൗണ്ടിൽ പുറത്തു പോകുന്നത് ടീം ഗിഹോൺ ആണ്. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ടീം സ്വയമേധയാ ക്വിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും ഇന്നാവാനുള്ള ചാൻസ് ലഭിക്കുന്നതായിരിക്കും. പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഗിഹോൺ ടീമിനെ റെപ്രസെന്റ് ചെയ്താണ് ഇന്ന് നിങ്ങൾ മത്സരിച്ചത്. ജോമോൻ, ഷിനി ജോമോൻ ചെന്നൈയിൽ നിന്ന് എപ്പോഴാണെങ്കിലും ഒരു വിമുഖതയുമില്ലാതെ വളരെ സസന്തോഷം കുടുംബസമേതം വരുന്ന കുടുംബമാണ്. ഞങ്ങളും വളരെ അഭിമാനത്തോടെയാണ് നിങ്ങളെ ഓർത്തിരുന്നത്, കണ്ടിരുന്നത്, ഇപ്പോഴും കാണുന്നത്. ഗുഡ്നസ് TV നിങ്ങളുടെ ആ വരവും ഇരിപ്പും നമ്മളോടൊത്തുള്ള ഈ സഹകരണവും എല്ലാം വളരെ നന്ദി നിറഞ്ഞ മനസ്സോടെ ഓർക്കുന്നു. നിങ്ങളുടെ പാർട്ടിസിപ്പേഷനെ മാനിച്ച് നിങ്ങൾക്ക് ഗുഡ്നസ് TV ഒരു സർട്ടിഫിക്കറ്റ് തരികയാണ്. രണ്ടുപേരും ചേർന്ന് മേടിക്കും. താങ്ക് യു. നമ്മൾ ഏഴൻ തോട്ടം ഇന്നിവിടെ പൂർണ്ണമാവുമ്പോൾ ഒരേ ഒരു ചിന്ത, നമ്മൾ ദമ്പതികൾ പങ്കുവച്ച ഒരു ചിന്തയിൽ നിന്ന് കടമെടുത്ത് പറയുകയാണെങ്കിൽ, ഒന്നിലും ഒരു അമിതമായ ഒരു കരുതൽ അല്ലെങ്കിൽ അമിതമായ ഒരു ചിന്ത വേണ്ട. സന്തോഷമാണ് ഇപ്പോൾ എങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്ത ഇത് കടന്നു പോകും. ദുഃഖമാണ് വരുന്നതെങ്കിലോ അപ്പോഴും ചിന്തിക്കണം ഇതും കടന്നു പോകും. നമുക്ക് സ്ഥിരമായ ഒരു ഭാവം മതി, ഒരു ആശ്രയബോധം മതി. ഇത് നമ്മെ വളരെ ഒരു സ്ഥായീ ഭാവത്തോടെ ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, ജീവിക്കാൻ ഉള്ള ഒരു വലിയ ശക്തി പ്രദാനം ചെയ്യും. ഈ ഓർമ്മപ്പെടുത്തലോടെ ഏദൻ തോട്ടം ഇവിടെ പൂർണ്ണമാവുന്നു. ഏദൻ തോട്ടത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും ഒരുമയോടെ ഒത്തുകൂടാം. ഇറ്റ്സ് മീ രാജേഷ് ചാക്യാർ ആൻഡ് രജനി രാജേഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ബൈ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. 30 സെക്കൻഡേ ഉള്ളൂ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷമാണ്. 11-ാം അധ്യായം 25-ാം വാക്യം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്ന കർത്താവിനോട് എന്റെ കോട്ടെ, എന്റെ സംഗീതം, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. ആദ്യത്തെ വാക്കുകൂടെ എന്റെ അതെന്താ കാണിക്കുന്നത്? സത്യനായക മുക്തിദായക
യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.